ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു വൊക്കാബ്സ്പീഡിയ. ഇന്ന് നമ്മൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ മെയിൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ 2-ൽ കേരള എക്കണോമിയിലെ മൊഡ്യൂൾ 5-ൽ അടങ്ങിയിട്ടുള്ള MSME എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഈ MSMEസിൻ്റെ ക്ലാസിഫിക്കേഷൻ, MSMEസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. MSME എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഇതാണെന്ത് MSME എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. MSME. ഓക്കെ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഈ MSMEസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഈ വർഷം ഏപ്രിൽ 1 വരെയും, ഏപ്രിൽ മാസം 1-ാം തീയതി വരെയും 2020 പുറപ്പെടുവിച്ച മിനിസ്ട്രി ഓഫ് MSME പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഒരു 2020 സീരീസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ MSMEസുമായിട്ട് ബന്ധപ്പെട്ട് ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, ആൻഡ് നമ്മളിപ്പം നമ്മുടെ മെയിൻസ് എക്സാമിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി ഡോക്യുമെൻ്റ് ആണ് കേരള എക്കണോമിക് റിവ്യൂ 2023-24, അല്ലേ? സോ ഈ മാറ്റം വന്നത് ഏപ്രിൽ 1, 2025 ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസിഫിക്കേഷനിൽ വന്ന മാറ്റം, MSMEയുടെ ക്ലാസിഫിക്കേഷനിൽ വന്ന മാറ്റം എവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല? നമ്മുടെ എക്കണോമിക് റിവ്യൂവിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പക്ഷേ ഈ മാറ്റം ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഫെബ്രുവരി 2025-26 ഫെബ്രുവരി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രപ്പോസ് ചെയ്യപ്പെടുകയും ഈ 2020 വിജ്ഞാപനത്തെ അമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഗസറ്റഡ് വിജ്ഞാപനം മിനിസ്ട്രി ഓഫ് MSME മാർച്ച് മാസം 21 തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തു. സോ മാർച്ച് 21 വന്ന വിജ്ഞാപനം അനുസരിച്ചിട്ട് ഏപ്രിൽ 1 തൊട്ട് ഇന്ന് ഇന്ത്യയിൽ MSMEസിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള മാനദണ്ഡം ഏതാണ്? ഒരു പുതിയ മാനദണ്ഡമാണ്. ഏതല്ല? 2020 മാനദണ്ഡമല്ല. സോ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് 2020 ക്രൈറ്റീരിയയും 2025 ക്രൈറ്റീരിയ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. അതിനുശേഷം എന്താണ് ഇതിനുപയോഗിച്ചിരിക്കുന്ന ക്രൈറ്റീരിയ? 2 ക്രൈറ്റീരിയാസാണ്, കോമ്പോസിറ്റ് ക്രൈറ്റീരിയനാണ്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഫോമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയും. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ ഫേമിൻ്റെ ടേൺ ഓവറുമാണ്. ഓക്കെ, വിറ്റുവരവുമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ടേൺ ഓവറും ക്രൈറ്റീരിയ ആയിട്ട്, വെറും ക്രൈറ്റീരിയ അല്ല, കോമ്പോസിറ്റ് ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ആ ക്രൈറ്റീരിയയിലെ മാറ്റമൊന്നും വന്നിട്ടില്ല. ഉപയോഗിച്ചിരിക്കുന്ന ക്രൈറ്റീരിയയുടെ പാരാമീറ്റേഴ്സ് മാറിയിട്ടില്ല. ഇൻവെസ്റ്റ്മെൻറ്റും ടേൺ ഓവറും തന്നെയാണ് ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റം വന്നിരിക്കുന്നത് അതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് മാറി. എന്താണ്? നേരത്തെ പറഞ്ഞിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയൊക്കെ സീലിംഗ് ലിമിറ്റിൽ എന്ത് വന്നിട്ടുണ്ട്? മാറ്റം വന്നിട്ടുണ്ട്. അത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. സോ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. ഇതിൻ്റെ അകത്ത് 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഞാൻ സോൾവ് ചെയ്ത് തരും. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് നല്ല തറവായിട്ട് മനസ്സിലാവും. അതായത് ഈ ഭാഗത്ത് നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കായിട്ട് ആൻസർ ചെയ്യുന്നതിന് വേണ്ടി ഒരു മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ചെറിയ വീഡിയോ ആണ്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ. ഇതിപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെക്രട്ടറി ടെസ്റ്റിൻ്റെ മെയിൻസിന് മാത്രമല്ല, വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിനും ഈവൻ UPSC എക്സാമിനും ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, ഇന്ത്യയിൽ ഏത് മത്സര പരീക്ഷയാണെങ്കിലും ഇൻഡസ്ട്രീസും MSMEസും സിലബസിൽ വരുന്ന ഏതൊരു എക്സാമിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണിത്. സോ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടെയും കാണുക. ഒരു കുഞ്ഞു നോട്ട് എഴുതി ഉണ്ടാക്കുക. അതിനുശേഷം അത് റിവൈസ് ചെയ്ത് പോയാൽ മതി. കാരണം അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? 2020 സീരീസ് ഓഫ് ക്ലാസിഫിക്കേഷന് മാറ്റം വന്നു. ന്യൂ സീരീസ് എന്ന് പറയുന്നത് 2025 സീരീസാണ്, അല്ലെങ്കിൽ അമെൻമെൻ്റ് ആണ്. 2020 അമെൻമെൻ്റ് ആണ്. അതൊരു ഗസറ്റഡ് വിജ്ഞാപനമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ കോമ്പോസിറ്റ് ക്രൈറ്റീരിയ എന്നുള്ളത് നോക്കാം. കോമ്പോസിറ്റ് ക്രൈറ്റീരിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രൂപത്തിലും ടേൺ ഓവറിൻ്റെ രൂപത്തിലുമാണ്. ഇനി ഈ കോമ്പോസിറ്റ് ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ ആവുന്നത് ഒരു ആൻഡ് മെത്തഡോളജിയാണ്. എന്താണ് ആൻഡ് മെത്തഡോളജി? എന്ത് മെത്തഡോളജി അല്ല, ഓർ മെത്തഡോളജി അല്ല, ആൻഡ് മെത്തഡോളജിയാണ്. കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. വളരെ സിമ്പിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ക്രൈറ്റീരിയ ഉണ്ടെന്ന് കരുതുക. ഉദാഹരണത്തിന് മുമ്പ് 2020 ക്രൈറ്റീരിയ പ്രകാരം ഒരു സ്ഥാപനത്തെ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടി രൂപ വരെയും ടേൺ ഓവർ 5 കോടി രൂപ വരെയും ആണ് എങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടി രൂപ വരെയും ടേൺ ഓവർ 5 കോടി രൂപ വരെയും ആണ് എങ്കിൽ ആ ഫേം എന്താണ്? ഒരു മൈക്രോ എൻ്റർപ്രൈസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത്. എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത്? ഒരു മൈക്രോ എൻ്റർപ്രൈസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് ആൻഡ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഒരേ സമയം പാലിച്ചിരിക്കണം. എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാനദണ്ഡവും ടേൺ ഓവറിൻ്റെ മാനദണ്ഡവും ഒരേ സമയം പാലിച്ചിരിക്കണം. ഉദാഹരണം, ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടിക്കുള്ളിലാണ്, പക്ഷേ ടേൺ ഓവർ 5 കോടി കഴിഞ്ഞ് 6 കോടിയായെന്ന് കരുതുക. ഈ എക്സാമ്പിളിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇമാജിൻ
0.9 ലാക്സ് 0.9 crore അല്ലെങ്കിൽ 90 lakhs ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 crore. അപ്പോൾ ഏത് ലിമിറ്റിൽ വന്നു? സ്മോൾ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ വന്നു. ഏത് ലിമിറ്റിൽ വന്നു? സ്മോൾ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ വന്നു. പക്ഷേ ടേൺ ഓവർ വന്നിട്ട് പഴയ ക്രൈറ്റീരിയ വെച്ച് എക്സാമ്പിൾ ചെയ്യാണ്, പുതിയ ക്രൈറ്റീരിയയിലോട്ട് പോകുമ്പോൾ സെയിം തിങ് തന്നെ, ത്രഷോൾഡ് മാറുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, ടേൺ ഓവർ വന്നിട്ട് നമുക്കറിയാം ടേൺ ഓവർ എത്ര വരെ ആവാൻ പാടുള്ളൂ? സ്മോൾ ആയിരിക്കണമെങ്കിൽ 5 കോടി ആവാൻ പാടുള്ളൂ. പക്ഷേ ടേൺ ഓവർ 6 കോടിയായെന്ന് കരുതുക, വിച്ച് ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് 5 crore. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 സീലിംഗ് ലിമിറ്റും ഒരേ സമയം പാലിച്ചോ? 2 സീലിംഗ് ലിമിറ്റും ഒരേ സമയം പാലിച്ചില്ല. ഏത് സീലിംഗ് ലിമിറ്റാണോ ബ്രീച്ച് ആയത്, ഏതെങ്കിലും ഒന്ന് ബ്രീച്ച് ആയാൽ മതി. അത് ബ്രീച്ച് ആവുന്നതനുസരിച്ചിട്ട് അത് നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് പെടും. കാരണം ടേൺ ഓവർ 5 കോടി കഴിഞ്ഞ് 6 കോടി ആയ സ്ഥിതിക്ക് ഇത് മീഡിയമാണ്. അപ്പം നിങ്ങൾക്ക് 2 ആൻസർ ഇവിടെ വന്നു. ഒരു ക്രൈറ്റീരിയ സ്മോളും വന്നു, ഒരു ക്രൈറ്റീരിയ മീഡിയം വന്നു. അപ്പോൾ ഈ ഫേം ഏതിലേക്ക് പോകൂടെ? ഏതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഹയർ ഫേമിലേക്കാണ് പോകുന്നത്. ഇതിനെ മീഡിയം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതാണ് കോമ്പോസിറ്റ് ക്രൈറ്റീരിയ. എൻ്റെ എക്സാമ്പിൾ ഇതാണ്, മനസ്സിലായാലോ? ഇതിനെയാണ് കോമ്പോസിറ്റ് ക്രൈറ്റീരിയ എന്ന് വിളിക്കുന്നത്. ഈ ക്രൈറ്റീരിയ പുതിയ ഭേദഗതിയിലും ഇങ്ങനെ തന്നെയാണ് ആപ്ലിക്കബിൾ. അതായത് ഒന്ന് വായിച്ചു നോക്കേ. ഇഫ് ആൻ എന്റർപ്രൈസസ് ക്രോസ് ദ സീലിംഗ് ലിമിറ്റ് crosses the ceiling limit for its current category in either investment or turnover, it will be upgraded to the next higher category. കാര്യം കൺവേഡ് ആണ്, സിമ്പിൾ ആണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ആൻ എന്റർപ്രൈസ് വിൽ നോട്ട് ബി ഡൗൺഗ്രേഡഡ്. ഇനി ഡൗൺഗ്രേഡ് ചെയ്യുന്നതിന് ക്രൈറ്റീരിയ ഉണ്ടോ? ഡൗൺഗ്രേഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? ഏതെങ്കിലും ഒന്ന് താഴോട്ട് പോയാൽ പറ്റത്തില്ല എന്നറിയാം. ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഹയറേ എടുക്കത്തുള്ളൂ അല്ലേ? ഡൗൺഗ്രേഡഡ് ആവണമെന്നുണ്ടെങ്കിൽ 2 സീലിംഗ് ലിമിറ്റും ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് താഴെ വന്നാൽ മാത്രമേ അതിനെ എന്ത് ചെയ്യത്തുള്ളൂ? ഡൗൺഗ്രേഡ് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലമൊന്നും പോയിക്കേണ്ട. 2 ക്രൈറ്റീരിയ എടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ഹയർ ആ കാറ്റഗറിയിൽ പെടും. ഇനി ഏതിനെങ്കിലും ഡൗൺഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ക്രൈറ്റീരിയ നിലവിലുള്ള മാനദണ്ഡങ്ങൾ ത്രഷോൾഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി തൊട്ടടുത്ത ക്രൈറ്റീരിയയിലേക്ക് വന്നാൽ മാത്രമേ അതിനെ എന്ത് ചെയ്യത്തുള്ളൂ? ഡൗൺഗ്രേഡ് ചെയ്യപ്പെടത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് സംഗതി. അപ്പോൾ 2020 ക്രൈറ്റീരിയ ഇനി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ടേൺ ഓവറും 2 കണ്ടീഷനും അറിഞ്ഞിരിക്കണമല്ലോ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇൻ കേസ് വരികയാണ്, ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ വരികയാണ്, താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് സ്മോൾ എന്റർപ്രൈസസ്, അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് മൈക്രോ എന്റർപ്രൈസസ് എന്നൊരു ചോദ്യം വരുവാണെന്ന് ഇമാജിൻ ചെയ്യും. വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടാം. അങ്ങനെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് നോക്കേ. ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങ് പഠിക്കുക. ഓക്കെ, ഇതിൻ്റെ കേസിൽ 20 ക്രൈറ്റീരിയ വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 1 കോടി, 5 കോടി, 50 കോടി. എത്രയാണ്? 1 കോടി, 10 കോടി, 50 കോടി. 1 കോടി, 10 കോടി, 50 കോടി അല്ലേ? അതിൻ്റെ 5 ടൈംസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്. അതിൻ്റെ 5 ടൈംസ് ആണെന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 1 കോടിയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് എത്രയാണ്? 1 കോടിയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് വന്നിട്ട് 5 crore. ഓക്കെ, 10 കോടിയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് എത്രയാണ്? 50 കോടി. 50 കോടിയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് എത്രയാണ്? 250 കോടി. സോ ഇങ്ങനെ ഒരു റിലേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമിലർലി 2025 റിവൈസ്ഡ് ക്രൈറ്റീരിയയിലും നിങ്ങൾ എന്തങ്ങ് പഠിച്ചു വെക്കുക? മൈക്രോയുടെയും ആദ്യം മൈക്രോ ആണ്, മൈക്രോയെക്കാളും വലുതാണ് സ്മോള്. ഓക്കെ, സ്മോളാണ് മൈക്രോയെക്കാളും വലുത്. പിന്നാണെന്ത്? മീഡിയം. നിങ്ങൾക്കുള്ള പഠിക്കാനുള്ള ട്രിക്ക് ഇതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം പഠിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് മാത്രം പഠിക്കുക. 2.5 കോടി, 25 കോടി, 125 കോടി. 2.5 കോടി, 25 കോടി, 125 കോടി. ടേൺ ഓവറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ×4 ആണ്. ടേൺ ഓവറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? ×4 ആണ്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിനെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൻ്റെ ലിമിറ്റ് കിട്ടും? അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേൺ ഓവർ ലിമിറ്റ് കിട്ടും. അപ്പോൾ മൈക്രോയുടെ ടേൺ ഓവർ ലിമിറ്റ് എത്ര വരെയുടെ? 2.5 ഗുണം 4 എത്രയാണ്? 10 കോടി രൂപ. 2.5 ഗുണം 4 എത്രയാണ്? 10 കോടി രൂപ. സ്മോളിൻ്റെ ടേൺ ഓവർ ലിമിറ്റ് എത്ര വരും? സ്മോളിൻ്റെ ടേൺ ഓവർ ലിമിറ്റ് 25 ഗുണം 4 100 കോടി രൂപ. മീഡിയത്തിൻ്റെ ടേൺ ഓവർ ലിമിറ്റ് എത്ര വരും? 125 ഗുണം 4 എത്ര വരും? 500 കോടി രൂപ. 500 കോടി രൂപ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റും ടേൺ ഓവർ ലിമിറ്റും എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തിയിരിക്കുന്നു. റിവൈസ്ഡ് ക്രൈറ്റീരിയ പ്രകാരം നേരത്തെ 1 കോടിയായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് 2.5 കോടിയായി. 5 കോടിയായിരുന്ന ടേൺ ഓവർ മൈക്രോയെ സംബന്ധിച്ചിടത്തോളം 10 കോടിയായി. ഇനി സ്മോളിലേക്ക് വരുമ്പോൾ 10 കോടിയായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 25 കോടിയായി. 50 കോടിയായിരുന്ന ടേൺ ഓവർ 100 കോടിയായി. മീഡിയത്തെ സംബന്ധിച്ചിടത്തോളം 50 കോടിയായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 125 കോടിയായി.
ടേൺ ഓവർ എന്ന് പറയുന്നത് എന്തായി? 250 കോടി 500 കോടിയായി. അപ്പം നിങ്ങൾ ഇത്തവണത്തെ റിവൈസ്ഡ് ക്രൈറ്റീരിയ പഠിക്കുന്നതിന് വേണ്ടി ഏതങ്ങ് പഠിക്കുക? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് പഠിക്കുക. 2.5, 25, 125. 2.5, 25, 125. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ്ങിൽ എന്ത് കിട്ടും? ടേൺ ഓവർ ലിമിറ്റ് കിട്ടും. അപ്പോൾ മൈക്രോയുടെ ടേൺ ഓവർ ലിമിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 2.5 കോടി ആയതുകൊണ്ട് തന്നെ ടേൺ ഓവർ 10 കോടിയാണ്. സ്മോളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 25 കോടി വരെയാണ്. ടേൺ ഓവർ ലിമിറ്റ് വരുമ്പോൾ 25 × 4 100 കോടി വരും. മീഡിയത്തിൻ്റെത് 125 കോടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്. ടേൺ ഓവർ ലിമിറ്റ് ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര വരും? 500 കോടി വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇത് ഓർത്തിരിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഈ ട്രിക്ക് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ഇത് മാത്രം പഠിച്ചു വെക്കുക. ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് മാത്രം പഠിച്ചു വെക്കുക. ഇനി ഒരു പക്ഷേ ഇത് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം നമ്മുടെ എക്കണോമിക് റിവ്യൂവിൽ 20 ക്രൈറ്റീരിയ ഉണ്ടെങ്കിലും നൗ ദാറ്റ് എന്ത് മാറ്റം വന്നു? റിവൈസ്ഡ് ക്രൈറ്റീരിയ നിലവിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. ഇത് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് സോൾവ് ചെയ്ത് പോകാം. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ABCD എന്ത് ചെയ്യാം? ABCD ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. ഇവിടെ അടുത്ത് പറയുന്നുണ്ട്, 1 ഏപ്രിൽ 2025 പ്രകാരം MSME ക്ലാസിഫിക്കേഷൻ ഇന്ത്യ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച ശേഷം ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താമെന്നാണ് പറയുന്നത്. MSMEs are classified using a composite criterion. ശരിയാണ്. ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാൻ മെഷീനറി എക്യുപ്മെൻറ്റ് ആൻഡ് ആനുവൽ ടേൺ ഓവർ. വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ C നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ഓപ്ഷൻ? ഇഫ് ആൻ enterprise exceeds the limit in either criterion, it is placed in the next high category. യെസ്, നമ്മൾ അതും കണ്ടതാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? B എലിമിനേറ്റ് ചെയ്യാം. എക്സ്പോർട്സ് ആർ എക്സ്ക്ലൂഡഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ടേൺ ഓവർ ഫോർ ക്ലാസിഫിക്കേഷൻ പർപ്പസ്. അത് ഞാൻ പറഞ്ഞ പോയിന്റ് അല്ലേ? എക്സ്പോർട്സ് എക്സ്ക്ലൂഡ് ചെയ്യും എന്നുള്ള പോയിന്റ് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോ. ഇപ്പോൾ ഒരു മൈക്രോ അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസിൻ്റെ ടേൺ ഓവർ കണക്കാക്കുമ്പോഴാണ് ഈ എക്സ്പോർട്ടിൻ്റെ കേസ് വരുന്നത്. ഇപ്പോൾ ഒരു മൈക്രോ അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം, ഇമാജിൻ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം 7 കോടിയാണ് ടോട്ടൽ ടേൺ ഓവർ എന്ന് വിചാരിക്കുക. എത്രയാണ്? 7 കോടിയാണ് ടോട്ടൽ ടേൺ ഓവർ എന്ന് കരുതുക, ഇമാജിൻ. പക്ഷെ അതിൽ 3.5 കോടി രൂപ എക്സ്പോർട്ട് വാല്യൂ ആണ്. 3.5 കോടി രൂപ എന്താണ്? എക്സ്പോർട്ട് വാല്യൂ ആണ്. നമ്മുടെ MSME റൂൾസ് പ്രകാരം ടേൺ ഓവർ കണക്കാക്കുമ്പോൾ നമ്മൾ എന്ത് ഒഴിവാക്കും? എക്സ്പോർട്ട് വാല്യൂ ഒഴിവാക്കും. നമ്മൾ ഡൊമസ്റ്റിക് ടേൺ ഓവറേ എടുക്കത്തുള്ളൂ. അപ്പോൾ 7 - 3.5 എത്ര വരും ഇവിടെ? 7 - 3.5 കോടി മാത്രമേ എന്ത് വരുത്തുള്ളൂ? ഡൊമസ്റ്റിക് ടേൺ ഓവർ വരുത്തുള്ളൂ. സോ ദിസ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ച്, എക്സ്പോർട്സ് ആർ എക്സ്ക്ലൂഡഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ടേൺ ഓവർ ഫോർ ക്ലാസിഫിക്കേഷൻ പർപ്പസ്. എക്സ്പോർട്ട് വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്യും. ഓർത്തിരിക്കുക, നോട്ടിഫിക്കേഷനിലുള്ള കാര്യമാണ്, ഗസറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് അബൌട്ട് ദ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്? പുതിയ ത്രഷോൾഡ് വാല്യൂ ആണ്. 2.5, 25, 120. ഇതാണ് ആദ്യം നോക്കേണ്ടത്. 2.5, 25, 125 ഇൻറ്റു 4 ചെയ്ത് നോക്കുക. 2.5 × 4 10, 25 × 4 100, 125 × 4 500. ശരിയാണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ A എലിമിനേറ്റ് ചെയ്യാം. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ്. ഓക്കെ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇവിടെ എന്താണ്? ശരിയാണ്. അടുത്തത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ 2. ഐഡൻറ്റിഫൈ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ടോപ്പിക് ഒന്ന് തറവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. നെസസറിലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്നല്ല, നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഒന്ന് തറവാൻ വേണ്ടിയാണ്. ഐഡൻറ്റിഫൈ വിച്ച് ആർ ക്ലാസിഫൈഡ് ആസ് മീഡിയം എൻ്റർപ്രൈസസ്. മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതിനായിട്ട് എന്താ അറിയണം? നമ്മളൊന്ന് പ്രാക്ടീസ് ബുക്കിൽ അങ്ങ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേൺ ഓവർ എന്നങ്ങ് എഴുതി വെക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെയായിരുന്നേ? 2.5, 25, പിന്നെ എത്ര വരുന്നത്? 125 അല്ലേ? 2.5, 25, 125 അല്ലേ? 2.5യുടെ എത്ര വരും? 10 കോടി. 25ൻ്റെ എത്ര വരും? 100 കോടി. 125ൻ്റെ എത്ര വരും? 500 കോടി. സോ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 20 കോടിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് 20 കോടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 തൊട്ട് 25 വരെ ഏതിലാണ് വരുന്നത്? 2.5 തൊട്ട് 25 വരെ സ്മോളിലല്ലേ വരുന്നത്? 2.5 തൊട്ട് 25 വരെ സ്മോളിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് 20 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ കാറ്റഗറിയാണ്. ടേൺ ഓവർ 90 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഏതിലാണ് വരുന്നത്? 10നും 100നും ഇടയ്ക്കാകുമ്പോൾ ഏതിലാണ് വരുന്നത്? 10നും 100നും ഇടയ്ക്കാകുമ്പോൾ സ്മോൾ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സ്മോൾ ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മീഡിയം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. എയും എലിമിനേറ്റ് ചെയ്യാം, സിയും എലിമിനേറ്റ് ചെയ്യാം. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്? ഇൻവെസ്റ്റ്മെൻറ്റ് 70 കോടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇൻവെസ്റ്റ്മെൻറ്റ് 70 കോടിയാണ് എങ്കിൽ സ്മോൾ എവിടെ വരെയാണ് വരുന്നത്? സ്മോള് 25 കോടി വരെ, മീഡിയം 125 കോടി വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 25-നും 125-നും ഇടയ്ക്കല്ലേ? അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് 70 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ കഴിഞ്ഞു, മീഡിയത്തിൻ്റെ ലിമിറ്റിനുള്ളിലാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് മീഡിയമാണ്. ഓക്കെ, അത് ഓക്കെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മീഡിയം ലിമിറ്റിലാണ് വന്നിരിക്കുന്നത്. ഇനി ടേൺ ഓവർ 220 കോടി, 100 കോടിക്കും 500 കോടിക്കും ഇടയ്ക്ക് വരുന്നതാണെന്ത്? മീഡിയം എന്ന് പറയുന്നത്. സ്മോളിൻ്റെ ലിമിറ്റ് എവിടെ വരെ അടേ? 10-നും 100 കോടിക്കും ഇടയ്ക്ക്. 100 കോടിക്കും 500 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ എന്താണ്? കാരണം 100 കോടി വരെ ഉള്ളൂ സ്മോള്, 10 കോടി വരെ ഉള്ളൂ മൈക്രോ, 500 കോടി വരെയാണ് മീഡിയം. അപ്പം 100 കോടിയിൽ തുടങ്ങി 500 കോടി വരെ വരുമ്പോൾ എന്താണ് വരുന്നത്? 220 കോടി എന്ന് പറയുമ്പോൾ മീഡിയത്തിലാണ് വരുന്നത്. രണ്ടും മീഡിയമാണ്, രണ്ടും എന്താണ്? മീഡിയമാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മീഡിയത്തിൽ പെടും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷൻസ് നമുക്ക് നിലനിർത്താം. അതിൽ നമുക്കിപ്പോൾ ഏതൊക്കെ പോയി? എയും പോയി, സിയും പോയി. ഇനി 2 ഓപ്ഷൻ ഉള്ളതിൽ ബിയും ഡിയിലും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. സോ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ. ഇൻവെസ്റ്റ്മെൻറ്റ് 15 കോടിയാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് 15 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 കോടി വരെയാണ് മൈക്രോ, 25 കോടി വരാണെന്ത്? സ്മോൾ. 25 കോടി വരാണെന്ത്? സ്മോൾ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ സ്മോളിലാണ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ 15 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേൺ ഓവർ എത്ര നോക്കിയേ? ടേൺ ഓവർ 150 കോടിയാണ്. ടേൺ ഓവർ 150 കോടി എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിൽ വരും? 100 കോടി വരെ സ്മോളാണ്, 100-ഉം 500-ഉം വരെ. അപ്പോൾ 180 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ വരുന്നത്? 150 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മീഡിയമാണ് വരുന്നത്. നമ്മൾ പഠിച്ച കോമ്പോസിറ്റ് ക്രൈറ്റീരിയ പ്രകാരം ഏതെങ്കിലും ഒരു ത്രഷോൾഡ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഹയർ ലിമിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, ഒന്ന് സ്മോളും ഒന്ന് മീഡിയം ആണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് റിഗാർഡ് ചെയ്യാം? മീഡിയമായിട്ട് റിഗാർഡ് ചെയ്യാം. സോ തന്നിരിക്കുന്ന തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മീഡിയമാണ്. മീഡിയമാണ് എങ്കിൽ ഏത് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? മീഡിയം ഇല്ലാത്ത, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ ഏത് വന്നു? ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി വന്നു. 2 and 3 ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എന്ത് നോക്കാം? ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? 2 and 3 ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മീഡിയമാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മീഡിയമാണ്. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ 130 കോടിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 130 കോടിയാണ്. ഇവിടെ 125 കോടി വരെ MSME ഉള്ളൂ. 130 കോടി ആയി കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറിയിൽ പോകും? MSME അല്ല, അത് ലാർജ് ഇൻഡസ്ട്രീസിലോട്ട് പോകും, ലാർജ് ഫേമിലോട്ട് പോകും. MSMEയുടെ ലിമിറ്റ് മാത്രമേ ഇവിടെ വരുള്ളൂ. MSMEയുടെ ലിമിറ്റ് എത്ര വരെ ഉള്ളൂ? 125 കോടി വരെ ഉള്ളൂ. ടേൺ ഓവർ 400 കോടിയായെന്ന് പറഞ്ഞാലോ? ടേൺ ഓവർ 400 കോടി വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? ടേൺ ഓവർ 400 എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 കോടിക്കുള്ളിലാണ്. അത് ഓക്കെയാണ്. പക്ഷേ എന്ത് ലിമിറ്റ് എക്സീഡ് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് 125 എക്സീഡ് ചെയ്തു. അങ്ങനെ ഒരു കാറ്റഗറി MSMEയിൽ ഇല്ല. അതുകൊണ്ട് അത് ലാർജിലാണ് പോകുന്നത്. സോ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇൻവാലിഡ് ആണ്. അത് MSME പോലും അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ക്ലാസ് കാണുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമുണ്ട്. ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടലിലാണ് ഏതൊരു MSME രജിസ്റ്റർ ചെയ്യേണ്ടത്. സെൽഫ് ഡിക്ലറേഷൻ നടത്തിയാൽ മതി. അങ്ങനെ സെൽഫ് ഡിക്ലറേഷൻ നടത്തുന്ന ഓരോ ഉദ്യമസിനും, എൻ്റർപ്രൈസസിനും ഒരു പെർമനൻ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള നിലയ്ക്ക് നൽകും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർപ്രൈസസ് മെമ്മറാണ്ടം പാർട്ട് 2-ലായിരുന്നു 2015 വരെ രജിസ്റ്റർ ചെയ്യേണ്ടത്. 2020 ഏതാണ്ട് ജൂലൈ വരെയും UAM എന്ന് പറഞ്ഞു, ഉദ്യം ആധാർ മെമ്മറാണ്ടം എന്ന് പറഞ്ഞൊരു മാറ്റം ഓൺലൈനായിട്ട് വന്നു. ഇത് രണ്ടും ഇന്ന് നിലവിലില്ല. ഇന്നുള്ളത് എന്താണ്? ഉദ്യം പോർട്ടലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള ഡേറ്റ ഫുള്ളി എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്? 30 ജൂൺ വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാത്തിനെയും പുതിയ മൈക്രോ മീഡിയം എൻ്റർപ്രൈസിൻ്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് റീക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും റീക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. കാരണം പുതിയ ക്ലാസിഫിക്കേഷൻ 2025 വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. EM പാർട്ട് 2-ഓ UAM ഇന്ന് നിലവിലില്ല. UAM പോയത് ഈ 1 ജൂലൈ തൊട്ട് UAM ഇല്ല. ഉദ്യം ആധാർ മെമ്മറാണ്ടം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അതും എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഉള്ള എന്താണ്? ഉദ്യം പോർട്ടലേ ഉള്ളൂ. ഉദ്യം പോർട്ടലിൽ കാലാകാലങ്ങളിൽ വരുന്ന ഭേദഗതി അനുസരിച്ചിട്ട് ഈ MSMEസിനെ എന്ത് ചെയ്യും? റീക്ലാസിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഇനി എന്തിനാണ് ഇപ്പോൾ ലിമിറ്റ് കൂട്ടിയത് വഴി? എന്താണ് ലിമിറ്റ് കൂട്ടിയത് വഴി? ഹൈ ടേൺ ഓവർ ഉള്ള, നേരത്തെ ഉള്ളതിനേക്കാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ പോലും അതർവൈസ് ഇപ്പം നമ്മൾ പറയാറില്ലേ, പോവർട്ടി ലൈൻ കയറ്റി വരച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ആദ്യത്തെ ഇതാണ് ഫസ്റ്റ് പോവർട്ടി ലൈൻ,
പുതിയ പോവർട്ടി ലൈൻ ഇതാണ് പി ഡാഷ്. കയറ്റി വരച്ച് കഴിഞ്ഞാൽ നേരത്തെ പോവർട്ടി ലൈനിൽ ഉൾപ്പെടാത്ത ആൾക്കാരും കൂടെ എവിടെ വരും? പുതിയ പോവർട്ടി ലൈനിൽ ദരിദ്രരായിട്ട് വരും. എന്ന് പറയുന്ന പോലെ ത്രഷോൾഡ് ലിമിറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ രൂപത്തിലും ടേൺ ഓവറിന്റെ രൂപത്തിലും കൂട്ടിയത് വഴി അതർവൈസ് ലാർജ് ഇൻഡസ്ട്രീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിരുന്ന സ്ഥാപനങ്ങൾ കൂടി ഇന്ന് എന്തിന്റെ പരിധിയിൽ വന്നു? MSMEയുടെ പരിധിയിൽ വന്നു. MSMEയുടെ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടും. ഇന്ത്യ MSMEസിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ആണെങ്കിലും സംസ്ഥാനങ്ങളാണെങ്കിലും MSMEസിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു കാര്യം കൂടെ ഓർക്കുക, MSMEയുടെ പരിധിയിൽ എന്തും വരും? സർവീസസും വരും എന്നുള്ള കാര്യം ഓർക്കുക. സർവീസസും MSMEയുടെ പരിധിയിൽ വരും. സോ എല്ലാവർക്കും വീഡിയോ നന്നായിട്ട് ബോധിച്ചു, മനസ്സിലായി, കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ 3 എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്താലേ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകത്തുള്ളൂ. സോ താങ്ക് യു വെരി മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.